ഗതിയുണ്ട്. അതിനും കൊണ്ടുള്ളൊരു മാർഗമാണല്ലോ നമുക്ക് യൂട്യൂബ്. കയ്യിൽ തന്നത് ഇത് രണ്ടും ഒരു പ്രവാസിക്ക് ഈ ഒരു ഗതി വരരുത്. 20 വർഷക്കാലം പ്രവാസിയായി ഗൾഫിൽ നിന്നിട്ടും അത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അത് മാത്രല്ല, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അങ്ങോട്ട് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ഇനി പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പറയാണ്ട് കേട്ടോ, നമുക്ക് പതുക്കെ പറയാന്ന് വെച്ചിട്ടാ. ഈ പുള്ളിക്കാരനെ ഗൾഫിൽ നിന്ന് വന്നത് സർപ്രൈസ് ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും സാമാന്യ മര്യാദ നമ്മളും കാണിക്കണ്ടേ. അപ്പം നമ്മളും കൊടുത്തൊരു ഗിഫ്റ്റ്. ഇപ്പോൾ പറമ്പിൻ്റെ ശുചീകരണത്തിലാണ് പുള്ളി. അപ്പം പുള്ളി പറമ്പ് ക്ലീനാക്കല. അത് നമ്മുടെ വീടൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവർ പോകാൻ പറയുമ്പോൾ നമ്മൾ പോകണം, അത്രയേ ഉള്ളൂ. ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു വാടക വീടാണെന്ന് പറഞ്ഞ് ചുരുക്കം. അപ്പോൾ എന്നാലും നമ്മുടെ വീട് മാത്രമല്ല, റമദാൻ ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റമദാൻ്റെ മുന്നൊരുക്കൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പുള്ളിക്ക് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ല നമ്മൾ താമസിക്കുന്ന ഇടം വൃത്തിയോടുകൂടി ഇരിക്കുക. മനസ്സും പരിസരവും ശരീരവും എല്ലാം വൃത്തിയാക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. ആളിന്ന് നല്ല ത്രില്ലിലാണ് കേട്ടോ, ഭയങ്കര വർക്കാണ്. ഒരു പ്രവാസിക്ക് ഈ ഒരു ഗതി വരരുത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചേൽപ്പിച്ചിട്ട് ഒരു സൂത്രം കാട്ടി തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ്. കയ്യിൽ തന്നത് ഇത് രണ്ടും. എങ്ങനെയുണ്ട്? വീടും പരിസരം വൃത്തിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് കുറെ മനസ്സുണ്ടാവണം. എല്ലാവർക്കും പറ്റിയ പണിയൊന്നല്ല അത്, മനസ്സിലായ? മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര പണിയിലാണ് പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. ഈ ശബ്ദം കാരണം ഒന്നും കേൾക്കില്ല. യൂട്യൂബിലാണോ ഓൺ വോയിസ് കൊടുക്കുന്നല്ല ഈ ശബ്ദം കണ്ടത്. ഇവിടെ എന്താ പറയുക, ഭയങ്കര അലോസരമായൊരു ശബ്ദം ഉണ്ട് അവിടെ. എന്തൊക്കെ തട്ടലും ഫുട്ബോളിൻ്റെ അത് എന്താണെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഫുട്ബോൾ മാച്ച് എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഗൈസ്, ഇതൊരു പുതിയ അനുഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ അനുഭവമാവും, പക്ഷെ ഞങ്ങൾക്കിത് പുതിയ അനുഭവമൊന്നുമല്ല, ഇത് പഴയ അനുഭവങ്ങളാണ്. അത് ശരിയാ, ഞങ്ങൾ എവിടെ ചെന്നാലും എനിക്ക് ഈ ഗതിയുണ്ട്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി പറയടോ കുമ്പിളിൽ തന്നെ. സ്റ്റീൽ പാത്രത്തിലുണ്ട്. അപ്പം എന്തായാലും പരിസരം വൃത്തിയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ മേക്കപ്പൊക്കെ നടത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ ഗൾഫിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടേ ഒരു പുലർച്ചെ കയറി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? നമുക്ക് മാത്രം പോരല്ലോ സർപ്രൈസ്, പുള്ളിക്കും വേണ്ടേ കുറച്ച് സർപ്രൈസൊക്കെ. നമുക്കിതൊന്നും ഒരുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മുൻകൂട്ടി ഒരുക്കി കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഈ കൊല്ലാണ് മാറിയത്. അപ്പോൾ ഈ പരിസരമൊക്കെ ഒന്ന് അവരെന്നെ ഓണർമാരെന്നെ എല്ലാം ക്ലിയർ ആക്കാറുണ്ട്. അപ്പം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമ്മളെന്തായാലും ചെയ്യണമല്ലോ. പറമ്പ് മുഴുവൻ മനസ്സിലായില്ലേ? ഇത് പുറത്ത് പോയി പണിയാണെങ്കിൽ 1000 രൂപ കിട്ടുന്നു. 6 മണിക്ക് തുടങ്ങിയ പണിയാണ്. പുറത്ത് പോയി പണിത് കഴിഞ്ഞാൽ ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ.
അപ്പം ഇനിയിപ്പം നനയ്ക്കലാണ് കേട്ടോ. 5-6 മുളക് ജൈയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം മുളകൊക്കെയാണ്. വെളുത്ത മുളകാണ്. ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മുളകാണ്, നല്ല മുളകാണ്. ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ചെറുതായിട്ടൊക്കെ നട്ട് തുടങ്ങിയത്. അപ്പോൾ പുള്ളി നനയ്ക്കുകയാണ്. കാന്താരി മുളകത് മുളകുണ്ടായില്ലോ. മുളച്ച മുളകുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ വലിയ ഭാഗമൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പിടിച്ചിടാറുണ്ട്. നമുക്കതൊന്ന് അവിടെ ഒന്ന് തുമ്പെടുത്തിട്ടേ ശരിയാക്കണ്ടേ. അതിന് കടക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി വൃത്തിയാവും. അത് കുറേ ആയി വെച്ചിട്ട് ഉണ്ടാവണമെന്നില്ല, ഇനി ഉണ്ടാവണം അവിടെ. അപ്പം നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വരുന്നൊക്കെ ഉണ്ട്. അത് വരുന്ന അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം മുളക് എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ പറയും മുളക് കണ്ട ഒരു രക്ഷയിലാണ്. അതും കണ്ടായിരുന്നു. ഇതൊരു തരം വീക്ക്നെസ്സാണ്. മുളക് കാണുക, മുളക് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഉണ്ടാവാറൊന്നുമില്ല. ഇതൊരു വേപ്പുണ്ട് കേട്ടോ. അവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പുറത്തൊക്കെ നിറച്ച് വേപ്പാണ്. അപ്പോൾ ഇതൊരു വേപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പൊട്ടിക്കാൻ പിടിക്കാനൊക്കെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുനട്ടതല്ല, അവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് പരിപാലിക്കുകയാണ്. ഇതൊക്കെ ഈ മുളകിൻ്റെയും നമുക്ക് വിത്ത് സമ്മാനമായിട്ട് തന്നതാണ്. ഇട്ട് പറിച്ച് തന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നനക്കേന്ദ്രത്തിലേക്ക് വന്നേക്കാണ് കേട്ടോ. ആകെ 2 പച്ചമുളകിന് തെയ്യുള്ളൂ. അതാണ് നനച്ചുണ്ടാക്കി വെച്ച് കൊണ്ട്. ഇപ്പോൾ വേനൽക്കാലമല്ലേ, വേഗം ഉണങ്ങും. അപ്പോൾ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അത് നിൽക്കുമല്ലോ. മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുള്ളിയുടെ കൃഷിയൊക്കെ. പുള്ളിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് കൂടുമ്പോൾ അതിനോടൊരു താല്പര്യം ഉണ്ടാകും, അത് നന്നായി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തക്കാളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്റ്റോറീസ് ആൻഡ് എക്സ്പ്രഷൻ തൃശ്ശൂർ കണ്ട ആളുകൾക്കൊക്കെ അറിയാം. അതിലൊക്കെ നല്ല പോലെ കൃഷികളെക്കുറിച്ച് പുള്ളി കാണിക്കാറുണ്ട്. അപ്പോൾ ഗൾഫിൽ വരെ കൃഷി നടത്തുന്ന ആളാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരു പുത്തിരി അല്ല എന്നുള്ള ഭാവത്തിലാണ് പുള്ളിയുടെ ബിഹേവ്. പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കൃഷി ചെയ്യുമ്പോൾ വേറെ ആരും ഇല്ല കൂട്ടില്ലേ. ഇവിടെ കൃഷി ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട് പുള്ളിയുടെ മുഖത്തില്ലേ കാണുമ്പോൾ. അപ്പോഴാണേ പുള്ളീനൊന്ന് സന്തോഷിപ്പിച്ചതാണ്, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല, അതൊക്കെ ഒരു മനസ്സ് വേണം. ഇല്ല, അപ്പോൾ ഞാനൊരു വെണ്ടത്തൈ നട്ടു കൊടുത്തിട്ടുണ്ട്, മുളച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറിയൊക്കെ നടന്നുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ അവിടെയൊക്കെ വെണ്ട മുളച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി വിട്ടിട്ടിട്ടുണ്ട്. പോണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിക്കണം. അപ്പോൾ വളർന്നു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ പോയി ആയിട്ടില്ല. വേപ്പിന്തയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വേപ്പിന്തയ്യാണെന്ന് മനസ്സിലായില്ലേ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു വേപ്പിൻകാട് കാണിച്ചു തരാം. തേക്കിൻകാട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊരു വേപ്പിൻകാടാണ് അല്ലേ. മാഷാ അല്ലാ. നമുക്ക് വേപ്പിൻ്റെ ഇലയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ നമുക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം വേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമല്ല എല്ലാവർക്കും. അതല്ലേ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഒരു വേപ്പിൻ്റെ ഇല ഫ്രഷായിട്ട് പൊട്ടിച്ചിടാൻ പറ്റുകയാണെങ്കിൽ അതിൽ പല ഒരു ഭാഗ്യം എന്താ അല്ലേ. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അത് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ. നല്ലപോലെ വേപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഭയങ്കര സന്തോഷമാണ്. ഇവിടെ പുളിയൊക്കെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പുളിമരം ഉണ്ടാ, പുളിയുണ്ട്. പുളി ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് ഉണ്ടാ. പുളിയൊക്കെ വലുത് തിന്നിട്ടാ തോന്നുന്നുണ്ട്. ഇത് അണ്ണാറ് തിന്നിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. എന്ത് മിക്കതും പുളി ഇങ്ങനെ കിട്ടും. പുളിയുടെ തൊണ്ട് മാത്രമാണ് പുളിയുടെ കിട്ടുക. ആഹാ, ഇതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കണ്ട എന്ത് രസമാന്ന് നോക്കിയല്ലേ. തെച്ചിയാണിത് എന്നാ, ഇത് മരുന്ന് തെച്ചിയാണോ? ഇത് എന്ത് കളറത്? ഇതൊരു പിങ്ക് കളറല്ലേ, നല്ല ചുമപ്പല്ല. അത് ഒരു തരം പിങ്കാണ്. ചുമപ്പ് കണ്ടിട്ടുണ്ട്, വെള്ള കണ്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കളറാണല്ലോ. റോസും കണ്ടിട്ടുണ്ട്. ഇത് റോസും അല്ല, പിങ്കും അല്ല, ചുമപ്പും അല്ലാത്ത ഒരു വെറൈറ്റി കളറാണ്. ഒരു സിൽക്കി റോസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് രസാലേ. ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പം എന്തായാലും മൊത്തത്തിൽ നിങ്ങൾക്ക് വീട്
ഇഷ്ടമായി. വീടിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമുക്കൊരു ഹോം ടൂർ വേള ഒരു ദിവസം ഞാൻ വീടിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ വേപ്പിൻകാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ 2 യൂട്യൂബർമാരും കൂടിയാണ് സംഗമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷമീർ തൃശ്ശൂർ സ്റ്റോറീസ് ആൻഡ് എക്സ്ട്രാ ഷമീർ തൃശ്ശൂർ, അതുപോലെ തന്നെ ഡ്രീംസ് വാലി വ്ളോഗ്സ്, അങ്ങനെ 2 ചാനലുകളും കൂടിയല്ല, 2 ചാനലും കൂടി ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് സർപ്രൈസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും അങ്ങ് ദുബായി പോകുമ്പോൾ അവിടെ നിന്നുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, വർഷങ്ങൾ കുറേ ഇങ്ങനെ പോയി തുടങ്ങി. സ്ഥിരമായൊരു വരുമാനം അത് ആവശ്യമാണ്. അതിനും കൊണ്ടുള്ളൊരു മാർഗ്ഗമാണല്ലോ നമുക്ക് യൂട്യൂബ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വരുമാനം ആഗ്രഹിക്കാത്ത ആരുമില്ല. അപ്പോൾ നല്ലൊരു രീതിയിൽ വരുമാനം കിട്ടുക എന്നുള്ളത് അൽഹംദുലില്ലാ അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളത്. 20 വർഷക്കാലം പ്രവാസിയായി ഗൾഫിൽ നിന്നിട്ടും അത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്ത് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടിയാണ്. എന്തെങ്കിലും ഒരു കാരണവശാൽ ലോൺ അടയ്ക്കാൻ പറ്റാതിരിക്കുക. അത് മാത്രമല്ല, നമ്മൾ ലോൺ എടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. ലോൺ പലിശ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ റസൂൽ പറഞ്ഞേക്കുന്നത് പലിശ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ ഹലാലാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ആ ഒരവസ്ഥയിലേക്ക് റബ്ബ് നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. ഇതുവരെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വീട് എന്നൊരു സ്വപ്നം. നമുക്ക് ഒരു ജോലി സോഷ്യൽ മീഡിയ തിരഞ്ഞെടുത്തു. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ കാഴ്ചക്കാരുടെ ഒരു കടമയാണ്. അപ്പോൾ ഞങ്ങളെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാം കേട്ടോ. തുടർന്ന് വീഡിയോകൾ ഇങ്ങനെ വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു താങ്ക്സ്.